നിരവധി പർവ്വതങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഹിമാലയം. മറ്റൊരു പർവ്വതത്തിനും സാധ്യമാകാത്ത തരത്തിൽ അത് ലോകത്തെ വിസ്മയിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിലെ ഒരു മഹാ അത്ഭുതം പോലെ തല ഉയർത്തി നിൽക്കുന്ന ഇത് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ ഈ പർവ്വതനിരകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നതിലും ഒരു പ്രധാന പങ്കിനെ വഹിക്കുന്നു. ആ മഹാപർവ്വതവുമായി ബന്ധപ്പെടുത്തി നിരവധി വിശ്വാസങ്ങളും നിഗൂഢതകളും രഹസ്യങ്ങളുമാണ് പ്രചരിച്ചു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് സിദ്ധാശ്രമം, ഗ്യാൻഗഞ്ച്, ശംഭാല എന്നീ പേരുകളിലായി അറിയപ്പെട്ടു വരുന്ന ഒരു വിശുദ്ധ സ്ഥലം. ഈ പർവ്വതനിരകളിൽ നിഗൂഢമായ ചില സ്ഥലങ്ങൾ ഉണ്ടെന്നും അവിടെയാണ് സിദ്ധാശ്രമം സ്ഥിതി ചെയ്യുന്നതെന്നും കരുതിപ്പോരുന്നു. സാധാരണക്കാർക്ക് ഈ സിദ്ധാശ്രമത്തെ കാണാൻ കഴിയില്ല എന്ന ഒരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നതായും സൂചനകളുണ്ട്. ഇവിടെ വസിക്കുന്ന യോഗികൾ അവരെല്ലാം അതീന്ദ്രിയ ശക്തി ഉള്ളവരാണ് എന്നും വിശ്വസിച്ചു പോരുന്നു. അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമാണ് ഈ മഹാപർവ്വതത്തെ കേന്ദ്രീകരിച്ച് വിശ്വസിക്കപ്പെട്ടു വരുന്ന കാര്യങ്ങൾ. ആയിരക്കണക്കിന് വർഷങ്ങളായി ധ്യാനത്തിലിരിക്കുന്ന മരണമില്ലാത്ത ഋഷിവര്യന്മാരും യോഗികളും അവർ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനായി ദൈവീക ശക്തിയെ ഉപയോഗിക്കുന്നതായും കൈലാസ പർവ്വതത്തെ കേന്ദ്രമാക്കിയാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നും ഒരു വിഭാഗം ഹിന്ദു ബുദ്ധമത വിശ്വാസികൾ കരുതിപ്പോരുന്നു. വസിഷ്ഠർ ഉൾപ്പെടെയുള്ള മഹാമുനിമാർ, യോഗികൾ, സന്യാസിമാർ എന്നിവർ സിദ്ധാശ്രമത്തിലായി ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്നതായും വർണ്ണനകൾക്കും അപ്പുറത്തേക്കും ശാന്തമാണ് ഇവിടുത്തെ പ്രകൃതിയെന്നും പറയപ്പെടുന്നു. ചില ആത്മീയ ആചാര്യന്മാരും ആ സ്ഥലത്തെപ്പറ്റി വിശദമാക്കിയിട്ടുണ്ട്. ഈ യോഗികൾ കാലാകാലങ്ങളിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നും മനുഷ്യരുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിലും ഇവർക്ക് പങ്കുണ്ടെന്നും വിശ്വസിക്കുന്നവരും ഉണ്ട്. ഗ്യാൻഗഞ്ച്, ശംഭാല തുടങ്ങിയ പേരുകളിലും വിശ്വാസികൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു വിശുദ്ധ ലോകത്തെ തിരിച്ചറിയാനായി അഗാധമായ ധ്യാനശക്തി, നിരന്തരമായ സാധന, കർമ്മബന്ധം എന്നീ കാര്യങ്ങളും അത്യാവശ്യമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. മഹാ അവതാർ ബാബാജി എന്ന അപൂർവ സിദ്ധികളെ സ്വായത്തമാക്കിയിട്ടുള്ള മരണമില്ലാത്ത ഒരു യോഗിയെ പറ്റിയുള്ള കഥകളും വിശ്വാസവുമെല്ലാം ഈ പർവ്വതത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രചരിച്ചു വരുന്നത്. ടിബറ്റൻ ബുദ്ധമത പുരാണങ്ങൾ പ്രകാരം ഈ ലോകം പട്ടിണിയുടെയും യുദ്ധത്തിൻ്റെയും അഗാധതയിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ ശംഭാലയിലെ 25ാമത്തെ ഭരണാധികാരി ഈ നീലഗ്രഹത്തെ, അതായത് ഭൂമിയെ മെച്ചപ്പെട്ട ഒരു യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി പ്രത്യക്ഷപ്പെടും എന്നാണ്. ഹിമാലയൻ പ്രദേശങ്ങളിൽ പൊതുവിൽ ആത്മീയമായ ഒരു അന്തരീക്ഷത്തെയാണ് പിന്തുടരുന്നതും കാത്തുസൂക്ഷിക്കുന്നതും. നാഗസന്യാസിമാർ പ്രധാനമായും ഹിമാലയത്തിലെ ഗുഹകളെയാണ് വാസസ്ഥലമാക്കുന്നത്. യോദ്ധാക്കൾ കൂടിയായ ഇവർ ഇവിടുത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ഗുഹകളിലായാണ് ധ്യാനത്തിലിരിക്കുന്നത്. ഹിമാലയൻ പ്രദേശങ്ങളുടെ ഒരു ഭാഗമായ ധർമ്മശാലയെയാണ് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ഇന്ത്യയിൽ അവരുടെ കേന്ദ്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ടിബറ്റൻ അഭയാർത്ഥികളുടെ പ്രധാന അഭയസ്ഥാനമാണ് ഇവിടം. ഹിന്ദുക്കളുടെ ഏറ്റവും പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ 2 പശുപതിനാഥിലെയും മുക്തിനാഥിലെയും ക്ഷേത്ര സമുച്ചയമാണ്. വിവിധ തലങ്ങളിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരിടം എന്നതും ഇതിനുള്ള പ്രത്യേകതയാണ്. പരിസ്ഥിതി പ്രാധാന്യം, വിശ്വാസങ്ങൾ ഇവയെല്ലാം കാരണം ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഈ മഹാപർവ്വതത്തിന് മാത്രം എടുത്തു കാട്ടാനാവുന്ന പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് വിശദമായി തന്നെ നോക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായ ഒരു ജൈവ വ്യവസ്ഥ എന്ന നിലയിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഈ പർവ്വതനിരകൾ. സൗത്ത് നോർത്ത് പോളുകൾക്ക് പിന്നാലെ ഭൂമിയിൽ ഏറ്റവും അധികം മഞ്ഞിനെ ഉൾക്കൊള്ളുന്ന ഇടം എന്നതിനാൽ തന്നെ ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ വലിയ സ്രോതസ് കൂടിയാണ് ഇവിടം. ഇത്തരം പ്രത്യേകത കാരണം തേർഡ് പോളെന്നും ഇതിനെ അറിയപ്പെട്ടു വരുന്നു. 2500 കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ഈ പർവ്വതനിരകൾ. പ്രധാനമായും ഇതിനെ ആശ്രയിച്ചാണ് ഏഷ്യയുടെ കാലാവസ്ഥ, ജൈവ വൈവിധ്യം നിലനിന്നു പോരുന്നത്. ഭൂമിശാസ്ത്രപരമായി ഇതിനുള്ള സ്ഥാനം എന്തെല്ലാമെന്നും നമുക്ക് വിശദമായി നോക്കാം. ഇന്ത്യക്കും നേപ്പാളിനും കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് ഇതിൻ്റെ സ്ഥാനം. ചൈനയ്ക്ക് തെക്ക് പടിഞ്ഞാറും ഭൂട്ടാന് വടക്കായും ഇത് നിലകൊള്ളുന്നു. ഹിമാലയത്തിൻ്റെ പ്രധാന ഭാഗമായ എവറസ്റ്റിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ചൈനയ്ക്കും നേപ്പാളിനും ഇടയിലായാണ് വരിക. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തി നിൽക്കുന്നതാണ് ഹിമാലയവും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും. മഞ്ഞു മൂടിയ വലിയ പർവ്വതനിരകൾ, ഹിമാലി നദികൾ, തടാകങ്ങൾ, അതുല്യമായ സസ്യജന്തുജാലങ്ങൾ, ദ്രുതഗതിയിലുള്ള കാലാവസ്ഥ എന്നിവ ഈ ശ്രേണികളുടെ സവിശേഷതകളാണ്.
ഇത്തരത്തിലെല്ലാം നിരവധി പ്രത്യേകതകളുള്ള ഹിമാലയത്തിൻ്റെ ഉത്ഭവം എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കാം. 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപായി ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചതിലൂടെ ഉയർന്നു വന്നതാണ് ഈ മഹാപർവ്വതം. ഈ പ്രതിഭാസം സംഭവിക്കുന്നതിന് മുന്നേ സമുദ്രനിരപ്പിനും താഴെയായാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്തിരുന്നത് എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. അതായത് സമുദ്രനിരപ്പിന് താഴെയായി സ്ഥിതി ചെയ്തു വന്നിരുന്ന ഈ പ്രദേശം 2 ഭൗമപാളികൾ പരസ്പരം കൂട്ടിയിടിച്ചതിൻ്റെ പരിണത ഫലമായി മുകളിലേക്ക് ഉയർന്നു വരികയും വലിയൊരു പർവ്വതമായി രൂപാന്തരം പ്രാപിക്കുകയുമാണ് എന്നാണ് ഇതിൻ്റെ ഉത്ഭവത്തെപ്പറ്റിയുള്ള ഒരു വിശദീകരണം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ്. ഈ കൊടുമുടിയിൽ സമുദ്ര ചുണ്ണാമ്പ് കല്ലിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇവിടം സമുദ്രത്തിൽ നിന്നാണ് രൂപം കൊണ്ടതെന്നും ചിലർ വാദങ്ങൾ ഉന്നയിക്കുന്നു. ടെത്തീസ് എന്ന പുരാതന സമുദ്രത്തിൽ നിന്നാണ് ഈ പർവ്വതനിരയുടെ ഉത്ഭവമെന്നും ചില ശാസ്ത്രജ്ഞർ പറയുന്നു. 59 കൊടുമുടികളാണ് ഈ പർവ്വതത്തിൻ്റെ ഭാഗമായി വരുന്നത്. വളരുന്ന പർവ്വതമെന്ന സവിശേഷതയും ഇതിനുണ്ട്. പ്രതിവർഷം 20 മില്ലിമീറ്റർ എന്ന കണക്കിലാണ് ഇത് ഉയർന്നു വരുന്നത്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനഫലമായി ടിബറ്റൻ ഭാഗത്തേക്ക് ഇതിന് ചലനവും സംഭവിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഈ പർവ്വതം ആക്റ്റീവാണെന്നും ഹിമാലയൻ മേഖലയിലെ ഭൂകമ്പ സാധ്യതകൾക്കുള്ള ഒരു പ്രധാന കാരണവുമാണ്. വലിയൊരു ഗ്ലേസിയർ കൂട്ടവും ഇതിൻ്റെ ഭാഗമായി വരുന്നു. 15,000 ഗ്ലേസിയറുകളും ഇതിൻ്റെ ഭാഗമായി വരുന്നു. ഈ മഹാപർവ്വതത്തെ ആശ്രയിച്ച് നിരവധി മനുഷ്യരാണ് ജീവിക്കുന്നത്. ഭൂമിയിലെ മൊത്തം ജനസംഖ്യയുടെ 20% ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, യാങ്സ്റ്റി ഉൾപ്പെടെ ഏഷ്യയിലെ പ്രധാന 19 നദികളും ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 1.3 ബില്യൺ ആളുകൾക്ക് ജീവജലം നൽകുന്നതിലും ഈ പർവ്വതമാണ് പ്രധാന സ്രോതസ്സ്. വൻ ജലവൈദ്യുത പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി വരുന്നു. ഈ മഹാപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദീതടങ്ങളിൽ ഏകദേശം 600 ദശലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ട്. ഹിമാലയൻ റേഞ്ചിൻ്റെ കൂടുതൽ ഭാഗങ്ങളും ഇന്ത്യയുടെ ഭാഗമായാണ് വരുന്നത്. ഇവിടുത്തെ താഴ്വരയിൽ നിന്ന് ലഭിക്കുന്ന അമൂല്യങ്ങളായ ഔഷധങ്ങൾ പല രോഗങ്ങൾക്കുമുള്ള പരിഹാരമായും ഉപയോഗിച്ചു വരുന്നു. 3000 മീറ്ററിന് മുകളിൽ വളരുന്ന കോർഡിസെപ്സ് എന്ന ഔഷധ ചെടി ഇത് ഫംഗസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ആൾട്ടിറ്റ്യൂഡ് സിക്നസ് സുഖപ്പെടുത്തുന്നതിനും വന്ധ്യതയ്ക്കുള്ള മരുന്നായി ഇതിന് സമ്പന്നരായ ചൈനക്കാർക്കിടയിൽ വലിയ ഡിമാൻഡാണ് ഉള്ളത്. രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതിലൂടെ രക്തപ്രവാഹത്തെ വർദ്ധിപ്പിച്ച് അതുവഴി ശരീരത്തിലുടനീളം ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് ഇതിനുള്ള പ്രത്യേകത. വലിയ വിപണി മൂല്യവും ഇതിനുണ്ട്. ഹിമാലയൻ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും ഇതിനെ കേന്ദ്രീകരിച്ച് മത്സരം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെയും ടിബറ്റൻ പീഠഭൂമിയിലെയും കാലാവസ്ഥയിലും വലിയ സ്വാധീനമാണ് ഹിമാലയം ചെലുത്തുന്നത്. ഇതെങ്ങനെയെല്ലാം എന്ന് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് തണുത്തതും വരണ്ടതുമായ കാറ്റ് വീശുമ്പോൾ ഈ മഹാപർവ്വതമാണ് അതിനെ തടഞ്ഞു നിർത്തുന്നത്. ഇതിൻ്റെ ഫലമായാണ് ദക്ഷിണ ഏഷ്യ മറ്റു ഭൂഖണ്ഡങ്ങളിലും മീതെ ശീതോഷ്ണ പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ ചൂടായി നിലനിൽക്കുന്നതിനുള്ള കാരണം. അതേപോലെ തന്നെ മൺസൂൺ കാറ്റുകൾക്ക് ഇത് ഒരു തടസ്സം സൃഷ്ടിക്കുകയും അവ വടക്കോട്ട് സഞ്ചരിക്കുന്നത് തടയുകയും ടെറായി മേഖലയിൽ കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. തക്ലമാകൻ, ഗോപി തുടങ്ങിയ മധ്യേഷ്യൻ മരുഭൂമികളുടെ രൂപീകരണത്തിൽ ഹിമാലയത്തിൻ്റെ മഴനിഴൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും കരുതിപ്പോരുന്നു. നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളാണ് ടിബറ്റിൻ്റെ കുറഞ്ഞ മഴയ്ക്കും വരണ്ട കാലാവസ്ഥയ്ക്കുമുള്ള കാരണം. ടിബറ്റിലേക്ക് മൺസൂൺ കാര്യമായി കടന്നു ചെല്ലുന്നതിനെ ഇത് തടയുകയും ഒരു മഴനിഴൽ പ്രഭാവം സൃഷ്ടിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. സമൃദ്ധമായ മഴ ലഭിക്കുമ്പോൾ തന്നെ വടക്കൻ ചരിവുകളിലും ടിബറ്റൻ പീഠഭൂമിയിലും വരണ്ടതായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഹിമാലയൻ പർവ്വതനിരകൾ കാരണമാണ് ഇന്ത്യൻ സമതലത്തിൽ മൺസൂൺ മഴ നിലനിർത്താൻ കഴിയുന്നതും അതുവഴി ഫലപുഷ്ടമായ ഭൂമിയും വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയും തഴച്ചു വളരുന്നതിന് സഹായകമാക്കുന്നതും. ജൈവ വൈവിധ്യത്തിൻ്റെ ഇരിപ്പിടം കൂടിയാണ് ഹിമാലയൻ മേഖല. 800 സ്പീഷീസ് പക്ഷികളെ ഇവിടെ കാണാനാകും. ഹിമാലയൻ സ്നോ ലെപ്പേഡ്, ഹിമാലയൻ വൈൽഡ് യാക്ക്, കസ്തൂരിമാൻ, ഹിമാലയൻ താർ തുടങ്ങി വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി അപൂർവ ജീവികളുടെയും ആവാസ കേന്ദ്രമാണ് ഈ പർവ്വതനിരകൾ. മൊത്തത്തിൽ 300-ലധികം സസ്തനി ഇനങ്ങൾ, ആയിരക്കണക്കിന് പക്ഷികൾ, മത്സ്യങ്ങൾ, ഉരകങ്ങൾ, ഉഭയജീവികൾ എന്നിവയും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഹിമാലയൻ പർവ്വതനിരകളുടെ വിവിധ പ്രദേശങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥകൾ കാരണം ഇവിടെ കാണുന്ന മൃഗങ്ങളും വ്യത്യസ്തമാണ്. എവറസ്റ്റിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലായി യാക്കുകളും ഹിമാലയൻ മാർമോട്ടുകളെയും കാണാനാവും. ഹിമാലയൻ താറുകളെ കാണാനാവുന്നത് എവറസ്റ്റിൻ്റെ തെക്ക് ഭാഗത്തുള്ള സമുദ്രനിരപ്പിൽ നിന്ന്
3000-4000 മീറ്റർ ഉയരത്തിലായി വരുന്ന പർവ്വത ചരിവുകളിലും മരങ്ങൾ നിറഞ്ഞ കുന്നുകളിലുമായാണ്. ഹിമാലയൻ നീല ആടുകളാകട്ടെ 4000 മുതൽ 6000 മീറ്റർ വരെ ഉയരമുള്ള പാറക്കെട്ടുകളിലായാണ് വസിക്കുന്നത്. വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും സാഹസിക യാത്രികരെയും ഒന്നുപോലെ ആകർഷിക്കുന്നതാണ് ഹിമാലയത്തിൻ്റെ സൗന്ദര്യം. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് ഇതിൻ്റെ ഭാഗമാണ് എന്നതും ഈ പർവ്വതത്തിൻ്റെ പ്രശസ്തിക്കുള്ള ഒരു പ്രധാന കാരണമാണ്. ചൈനയുടെയും നേപ്പാളിൻ്റെയും അതിർത്തിയിലായി വരുന്ന ഹിമാലയൻ മലനിരകളുടെ ഭാഗമായാണ് എവറസ്റ്റിൻ്റെ സ്ഥാനം. ടിബറ്റൻ ഭാഗത്തു നിന്നോ നേപ്പാളിൻ്റെ ഭാഗത്തു നിന്നോ വിനോദസഞ്ചാരികൾക്ക് എവറസ്റ്റ് കൊടുമുടി സന്ദർശിക്കാനായി സാധിക്കും. ആത്മീയ അന്വേഷികളാകട്ടെ ഹിമാലയത്തിൻ്റെ ഭാഗമായ കൈലാസ പർവ്വതത്തെ അതീവ പവിത്രമായി കരുതി വരുന്നു. അപകടകരമായ പാതകൾ നിറഞ്ഞതാണെങ്കിലും ഹിമാലയൻ കൊടുമുടികളിലെ ട്രെക്കിംഗ് പല സഞ്ചാരികൾക്കും ഒരു സ്വപ്നമാണ്. നിരവധി വെല്ലുവിളികളെ നേരിടണം എന്നിരിക്കലും അമർനാഥ് യാത്രയും കൈലാസ മാനസ സരോവർ യാത്രയുമെല്ലാം വലിയ ആവശ്യത്തോടെയാണ് തീർത്ഥാടകർ പൂർത്തിയാക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രം കൂടിയായ ഹിമാലയ താഴ്വരകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഷിംല, നൈനിറ്റാൾ, മണാലി, അൽമോറ, തവാങ്, അപ്പർ ഹിമാലയം മുതൽ ലോവർ ഹിമാലയം വരെയും ഓരോന്നും വ്യത്യസ്തമായ അനുഭവങ്ങളെ കാഴ്ചക്കാർക്കായി നൽകുന്നു. അതേപോലെ തന്നെ ഹിന്ദുമത വിശ്വാസികൾ അതീവ പ്രാധാന്യം കൽപ്പിക്കുന്ന ചാർധാം യാത്ര, അതും ഹിമാലയൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ബദരിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യസ്ഥലങ്ങളിലായി നടത്തുന്നതാണ് ഈ യാത്ര. ബുദ്ധവിഹാരങ്ങൾ, ക്ഷേത്രങ്ങൾ ഇവയെല്ലാം ഈ തപോഭൂമിയിലെ മനോഹര കാഴ്ചകളാകുന്നു. അസ്ഥികൂടങ്ങളുടെ തടാകം എന്നറിയപ്പെടുന്ന രൂപ് കുണ്ട് തടാകം ഈ പർവ്വതത്തിൻ്റെ ഭാഗമായാണ് സ്ഥിതി ചെയ്യുന്നത്. 500-ലധികം മനുഷ്യ അസ്ഥികൂടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മനുഷ്യരാൽ കീഴടക്കാൻ സാധിച്ചിട്ടില്ലാത്ത കൊടുമുടികളിൽ ഏറ്റവും വലുതാണ് ഗാംഗോർ പെൻസം. ഇതും ഹിമാലയത്തിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നു. ഗുരു ഡോങ്മാർ ലേക്കാണ് ഹിമാലയത്തിലെ മറ്റൊരു അത്ഭുത കാഴ്ച. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകങ്ങളിലൊന്നായ ഇതിലെ ജലം കൊടും മഞ്ഞുകാലത്ത് പോലും തണുത്തുറയുന്നില്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായ ഗുരു പത്മസംഭവയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതെന്നും കരുതപ്പെട്ടു വരുന്നു. ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി ഭൂട്ടാനിലാണ് ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ 2-3 മണിക്കൂർ ട്രക്കിംഗ് നടത്തണം. ടിബറ്റൻ ബുദ്ധമതത്തിലെ ഗുരു പത്മസംഭവ 3 വർഷവും 3 മാസവും 3 മണിക്കൂറുകളും ഈ മൊണാസ്ട്രിയിലെ ഗുഹയിൽ തപസ് ചെയ്തെന്നും ഇതിൻ്റെ മുകളിൽ നിന്നുമാണ് അദ്ദേഹം ടിബറ്റിലേക്ക് പറന്നതെന്നും വിശ്വസിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആത്മീയ അന്വേഷികളുടെ ലക്ഷ്യസ്ഥാനം കൂടിയാണ് ഇവിടം. വജ്രയാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് പല സൈറ്റുകളിലും ഹിമാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായും കാണാനാവും. വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ, സംസ്കാരം ഇതെല്ലാം ഹിമാലയ പർവ്വതനിരകളുടെ വിവിധ ഭാഗങ്ങളിലായി നിലനിന്നു പോരുന്നു. ആര്യൻ, മംഗ്ലോയിഡ്, നിഗ്രോയിഡ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും മനുഷ്യരുമെല്ലാം ഈ പർവ്വത പ്രദേശത്തായി കാണാനാവും. എവറസ്റ്റ് കൊടുമുടിയുടെ വടക്ക് ഭാഗത്ത് ടിബറ്റുകാർ ടിബറ്റൻ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നു. മധ്യ ഹിമാലയൻ താഴ്വരകളുടെ സംസ്കാരം അഫ്ഗാനികളുടെയും ഇറാനികളുടെയും സംസ്കാരത്തിന് സമാനമാണ്. നേപ്പാളിൽ എത്തുമ്പോൾ ടിബറ്റൻ ഹിന്ദു പാരമ്പര്യങ്ങളാൽ സംസ്കാരം സ്വാധീനിക്കപ്പെടുന്നതായും കാണാനാവും. ഇന്ത്യൻ ഹിമാലയൻ മേഖലയിൽ അരുണാചൽ പ്രദേശ്, അസം, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവയുൾപ്പെടെ 13 സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നു. ഇവിടെയെല്ലാം ഹിമാലയൻ മേഖല വലിയ തോതിൽ പരിസ്ഥിതി ഭീഷണികളെ നേരിടുന്നുമുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ, അതായത് ജനുവരി 2022 മുതൽ മാർച്ച് 2025 വരെ ഈ സംസ്ഥാനങ്ങൾക്ക് 822 തവണയാണ് അതിതീവ്ര കാലാവസ്ഥാ ദുരിതങ്ങളെ അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ളത്. 2863 പേരുടെ മരണത്തിനും ഇത് കാരണമായി. ആഗോളതലത്തിൽ ഏറ്റവും മാരകമായ 3ാമത്തെ പ്രകൃതി ദുരന്തമായാണ് മണ്ണിടിച്ചിലിനെ കണക്കാക്കി വരുന്നത്. ഇന്ത്യയും നേപ്പാളും ഈ വിഭാഗത്തിൽ കൂടുതൽ അപകട സാധ്യത നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവയുമാണ്. വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ കാരണം സൃഷ്ടിക്കുന്ന ചരിവുകളിലെ അസ്ഥിരത ഹിമാലയത്തെ വലിയ തോതിൽ ദുർബലമാക്കിയിട്ടുണ്ട്. 1988-നും 2022-നും ഇടയിൽ മിസോറാമിലായാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുള്ളത്. ഉത്തരാഖണ്ഡും ത്രിപുരയും എല്ലാം എത്രത്തോളം മണ്ണിടിച്ചിൽ ദുരന്തത്തെ ഏറ്റുവാങ്ങി എന്നതിനുള്ള കണക്കുകളും ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ പരിശോധിച്ചാൽ മനസ്സിലാക്കാനും സാധിക്കും. 1988-നും 2022-നും ഇടയിൽ ഉത്തരാഖണ്ഡിൽ നിരവധി തവണ
ഉരുൾപൊട്ടൽ സംഭവിച്ചതുമാണ്. സെസ്മിക്കലി ആക്റ്റീവ് പ്രദേശം ആയതിനാൽ ലോകത്തിൽ വെച്ചും ഭൂമി കുലുക്കവും മലയിടിച്ചിലിനും സാധ്യതയുള്ളതും ഈ പ്രദേശത്താണ്. കഴിഞ്ഞ ദശകങ്ങളിൽ ഹിമാലയം വൻതോതിലുള്ള നഗരവൽക്കരണത്തിനും വികസനത്തിനുമാണ് വിധേയമായിട്ടുള്ളത്. പലപ്പോഴും പരിസ്ഥിതിയെ കണക്കിലെടുക്കാതെയാണ് ഇതെല്ലാം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 10 ദിവസങ്ങളിൽ 7 തവണയെങ്കിലും ഹിമാലയം ഏതെങ്കിലും തരത്തിലുള്ള തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രകൃതിദത്തമായ ഈ വൻ കോട്ട ഭൗമശാസ്ത്ര അത്ഭുതം തന്നെയാണ്. നിരവധി രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു ജൈവ വ്യവസ്ഥ എന്ന അപൂർവതയും ഈ മഹാപർവ്വതത്തെ വ്യത്യസ്തമാക്കുന്നു. ഹിമാലയം വെറുമൊരു പർവ്വതമല്ല. മഞ്ഞ് പുതച്ചു നിൽക്കുന്ന ഇത് മനുഷ്യനിലെ ആത്മീയ ഭാവങ്ങളെ ഉണർത്തുന്നതിനൊപ്പം വലിയൊരു ജൈവ വ്യവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്ന പ്രകൃതിയുടെ മൂല്യം അളക്കാനാവാത്ത വലിയൊരു ശൃംഖലയായി നിലകൊള്ളുകയും ചെയ്യുന്നു.